ഇന്നത്തെ ദിവസം നമ്മൾ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആദ്യം ഇന്നലെ പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസിൽ കോടതി ഷാരോണിന്റെ കാമുകി ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയിരുന്നു. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, വിഷം നൽകൽ, ഈ കുറ്റങ്ങളാണ് ഗ്രീഷ്മയിൽ കോടതി കണ്ടെത്തിയത്. ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി നിർമ്മൽ കുമാരും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയതിനു പിന്നാലെ ഇന്നാണ് ശിക്ഷാവിധി. പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഗ്രീഷ്മയുടെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും വാദിക്കും. ഇന്നലെയാണ് ഏറെ പ്രമാദമായ കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് വിധിച്ചത്. ഗ്രീഷ്മയുടെ അമ്മ സിന്ധു ഈ തെളിവുകൾ നശിപ്പിച്ചു എന്ന കേസിൽ അത് കണ്ടെത്താൻ കോടതിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ സിന്ധുവിനെ വെറുതെ വിട്ടു. ഈ രണ്ട് പ്രതികളും, ഒന്നാം പ്രതിയും മൂന്നാം പ്രതിയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഇവർക്കുള്ള ശിക്ഷാവിധിയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. 2022 പാറശാല സ്വദേശിയായ ഷാരോൺ രാജിനെ കാമുകി ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തിയത്. ഇത് ആദ്യ ദിവസങ്ങളിൽ കണ്ടെത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഷാരോണും ഒരിക്കൽ പോലും ഇത് ഗ്രീഷ്മ ചെയ്തതാണെന്ന് സംശയിക്കുകയും ചെയ്തില്ല. പക്ഷേ നിരന്തരമായ കുടുംബത്തിന്റെ അന്വേഷണത്തിനൊടുവിൽ, കുടുംബത്തിന്റെ സംശയങ്ങൾക്കൊടുവിലാണ് ഇത് ഈ തരത്തിൽ വിഷം ഉള്ളിൽ ചെന്നുള്ള ഒരു മരണമാണെന്ന് തിരിച്ചറിയുന്നത്. മിഥുൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള വളരെ പ്ലാൻഡ് ആയ ഒരു കുറ്റകൃത്യം. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ ആവശ്യം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു ശിക്ഷാവിധി ഉണ്ടാവണമെന്നാണ്. പക്ഷേ ഗ്രീഷ്മയുടെ പ്രായമാണ് അപ്പുറത്ത് പ്രതിഭാഗം ഉയർത്തുന്ന പ്രധാന വാദം. എപ്പോഴത്തേക്കായിരിക്കും വിധി പ്രഖ്യാപനം? എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? ശ്രീജ, തീർച്ചയായും ഒരു വലിയ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിധി തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഗ്രീഷ്മ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രീഷ്മയുടെ പ്രായമാണ് പ്രധാനമായും പ്രതിഭാഗം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. കൂടാതെ കൊലപാതകം ആസൂത്രണം ചെയ്യൽ, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള 3 വകുപ്പുകൾ മാത്രമാണ് ഗ്രീഷ്മയ്ക്കെതിരെ തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവൻ നിർമ്മലകുമാരൻ, അദ്ദേഹത്തിനെതിരെ തെളിഞ്ഞിട്ടുള്ളത് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കൽ, ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ മാത്രമാണ് ഈ മൂന്നാം പ്രതിക്കെതിരെയും തെളിഞ്ഞിട്ടുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കെതിരെയുള്ള ശിക്ഷാവിധി ഇന്ന് 12 മണിയോടുകൂടി നെയ്യാറ്റിൻകര സെഷൻസ് കോടതി നടത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായപ്പോഴൊക്കെ തന്നെ നമുക്ക് ഷാരോണിന്റെ കുടുംബത്തിന്റെ ആ പ്രതികരണമൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ശിക്ഷാവിധി, അതായത് ഈ ഷാരോണിന്റെ മരണത്തിന് ഇടയാക്കിയ സാഹചര്യം, അത്തരത്തിൽ കഷായത്തിൽ വിഷം കലർത്തി തന്റെ മകനെ കൊലപ്പെടുത്തിയ പ്രതികൾക്കെതിരെ കടുത്ത ശിക്ഷ തന്നെ വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്നതായാലും അത്തരത്തിലൊരു കടുത്ത നടപടികളിലേക്ക് അപൂർവമായ ഒരു ശിക്ഷയായി കണക്കായിക്കൊണ്ടൊരു വിധിയിലേക്ക് കോടതി കടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിൽ പോലും തന്നെ പരമാവധി ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഈ കേസ് ഉണ്ടായതിനു ശേഷം കുടുംബത്തിന്റെ നിശ്ചയദാർഢ്യം അതനുസരിച്ചായിരുന്നു ഈ ഒരു കേസിന്റെ നാൾവഴികൾ പിന്നീട് പോവുകയും ചെയ്ത് ഒരുപക്ഷെ ഒരു സാധാരണ മരണം എന്ന നിലയിലേക്ക് പോകാവുന്ന ആ ഒരു കേസായിരുന്നു പിന്നീട് കുടുംബത്തിന്റെ ആ ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ ഗ്രീഷ്മ എന്ന കുറ്റവാളിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ആദ്യത്തെ ഘട്ടം മുതൽ തന്നെ ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകില്ല എന്ന് അറിഞ്ഞാണ് പിന്നീട് കൃത്യമായി ഏകദേശം 6 മാസത്തോളം ആസൂത്രണം ചെയ്താണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്തത്. തുടർന്നാണ് വിഷം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ വിഷം നൽകുന്നതിന് ആദ്യം തന്നെ തയ്യാറാക്കിയ 6 മാസത്തോളം ആസൂത്രണം ചെയ്ത് തയ്യാറാക്കിയ പദ്ധതി നടപ്പിലാക്കുന്നു. അത് കൃത്യമായി ആദ്യം തന്നെ മനസ്സിലാക്കാൻ ഷാരോണിന് ആകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ അവസാനമായി ഈ പറയുന്ന ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഈ കഷായത്തിൽ കീടനാശിനി നൽകുന്നു. അത് കുടിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ആ സമയത്ത് ഷാരോണിന്റെ സുഹൃത്തുണ്ടായിരുന്നു. അവിടെ വെച്ച് 2-3 തവണ
ഛർദ്ദിക്കുന്നു ഷാരോൺ അതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് കുടുംബത്തെ ഈ സുഹൃത്തായിരുന്നു അറിയിക്കുന്നത്. അതിലൊരു ഡൗട്ട് തോന്നിയതിനു ശേഷമാണ്. ഒപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജ് ചികിത്സ കഴിയുമ്പോൾ 11 ദിവസത്തോളം ചികിത്സ കഴിയുമ്പോൾ മരണമൊഴി അടക്കം ഈ ഷാരോൺ നൽകിയിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും തന്നെ ഗ്രീഷ്മയിലേക്ക് അല്ലെങ്കിൽ ഗ്രീഷ്മ ഏതെങ്കിലും തരത്തിൽ തന്നെ ചർച്ചടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നത് ഇത് അച്ഛനോടും സുഹൃത്തിനോടും ഷാരോൺ ഇത് പങ്കുവച്ചിരുന്നു. മരണമൊഴിയിൽ പക്ഷേ ഗ്രീഷ്മയ്ക്കെതിരായി പറഞ്ഞില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം വാദിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കിക്കൊണ്ട് അത് ഗ്രീഷ്മയിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഗ്രീഷ്മയെ ഒന്നാം പ്രതി ആയി തന്നെ കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്തു. പക്ഷെ രണ്ടാം പ്രതിയായിട്ടുള്ള ശാന്തകുമാരി ഈ ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെ തെളിവുകൾ നിർത്താൻ പ്രോസിക്യൂഷൻ ആയില്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം പ്രതി അമ്മയ്ക്കെതിരെ ഈ അമ്മയെ വെറുതെ വിട്ടുകൊണ്ട് നെയ്യാറ്റിൻകര കോടതി വിധി പ്രസ്താവിക്കുകയും ചെയ്തത്. എന്തായാലും അതടക്കമുള്ള അപ്പീലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കുടുംബം പോകുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം അറിയേണ്ടത് പ്രോസിക്യൂഷന്റെ വാദം, അതായത് ഇത് അത്യപൂർവമായ കേസാണെന്ന വാദം അംഗീകരിക്കുമോ എന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് പ്രോസിക്യൂഷനും കുടുംബവും ഒരുപോലെ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമാകുന്നത് ഏത് വാദമാണ് കോടതി അംഗീകരിക്കുക എന്നതാണ്. ഇന്ന് വിധി പ്രഖ്യാപനം കേൾക്കാൻ മിഥുൻ, ഷാരോന്റെ മാതാപിതാക്കൾ കോടതിയിലേക്ക് വരുന്നുണ്ടോ? ഇന്നലെ അത്യധികം വികാരനിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളടക്കം കടന്നുപോയത്. ഇന്ന് അവർ വരുന്നുണ്ടോ? എന്താണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ശ്രീജ, ഇത്തരത്തിൽ ഷാരോന്റെ അച്ഛനും സഹോദരനും ഒരുപക്ഷെ കോടതിയിലേക്ക് ഈ ഒരു വിധി കേൾക്കുന്നതിനായി എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതിലൊരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും അവർ പ്രതീക്ഷിക്കുന്നതും കഴിഞ്ഞ ദിവസം നമ്മോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ നമ്മുടെ പ്രതിനിധി ഡാൻ കുര്യൻ ആ അമ്മയുടെ കരച്ചിൽ ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ ദിവസം ഈ വിധി വന്നതിന് ശേഷം ഷാരോണിന്റെ മുറിയിലിരുന്ന നിലവിളിയോടെ മകന്റെ ആ ഒരു വിയോഗത്തെ അത്രത്തോളം വിഷമകരമായ രീതിയിൽ ഇരിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതായത് ഒരു വാക്കുപോലും പറയാൻ പറ്റാതെ തന്റെ മകനെ കവർന്നെടുത്തു കൊണ്ടുപോയ ആ ഒരു സ്ഥിതിവിശേഷം, അത് എത്രത്തോളം ഒരമ്മയ്ക്കുണ്ടാകുന്ന ആ ഒരു അത്രത്തോളം വേദന അത് നമുക്ക് അതിൽ നിന്ന് പ്രകടമാവുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയൊരു ശിക്ഷ തന്നെ ലഭിക്കും. പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉൾപ്പെടെയുള്ളവ ചുമത്താൻ പോലീസിനായിട്ടുണ്ടായിരുന്നു. കുറ്റപത്രത്തിൽ സമർപ്പിച്ചപ്പോൾ തന്നെയുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ പക്ഷേ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഒരു അപൂർവമായ ഒരു കേസ് കണക്കാക്കിയെടുത്തുകൊണ്ട് വലിയൊരു ശിക്ഷയിലേക്ക് കുടുംബം ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു കൊലക്കേർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വധശിക്ഷ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എന്തായാലും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോയില്ല എങ്കിൽ പോലും തന്നെ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രോസിക്യൂഷനും കുടുംബവും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. രണ്ടാം പ്രതിയായിട്ടുള്ള ശാന്തകുമാരിയെ വെറുതെ വിട്ട സംഭവത്തിൽ അതിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പീൽ നടക്കും. ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അമ്മയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതായത് അമ്മയ്ക്കെതിരെ നേരത്തെ തന്നെ ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്ന് ഈ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് അമ്മയും അമ്മാവനും ഉൾപ്പെടെയുള്ളവർ ചേർന്നായിരുന്നു ഇത്തരത്തിൽ ഈ ഗൂഢാലോചന നടത്തിയത്. ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതടക്കം കൃത്യമായ ഇടപെടൽ ശാന്തകുമാരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കലടക്കം ഉള്ള കാര്യത്തിൽ ഇടപെട്ടിരുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അത് തെളിയിക്കാൻ പക്ഷേ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല. അത് സംബന്ധിച്ചുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ശാന്തകുമാരിയെ വെറുതെ വിടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറുകയും ചെയ്തു. പക്ഷെ ആ അഭാവം അത് നികത്തുന്നതിന് വേണ്ടി തുടർ നടപടികളിലേക്ക്, തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷം തന്നെയായിരിക്കും കോടതി തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഗ്രീഷ്മ കഴിഞ്ഞ ദിവസം ഈ വിധി കേട്ടതിന് ശേഷം പൊട്ടിക്കരയുന്നൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും തന്നെ ഈ വിധി അത് പ്രധാനപ്പെട്ട രീതിയിലേക്ക് വളരെ രീതിയിൽ ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിന് ഇടയാക്കിയ ഒരു സംഭവം കഷായം നൽകി ഒഴിവാക്കാൻ ശ്രമിച്ച കൃത്യമായ ആസൂത്രണം ചെയ്ത 6 മാസത്തോളം ആസൂത്രണം ചെയ്ത ഒരു സംഭവം, അതിൽ വലിയൊരു വിധി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മിഥുൻ എം ജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ കേരളം ഏറെ ചർച്ച ചെയ്ത പാറശാല ഷാരോൺ രാജ് കൊലക്കേസിൽ വിധി പറയുന്നത്.
ശാസ്ത്രീയ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഈ കേസ് നിൽക്കുന്നത്. കാരണം സാക്ഷികളില്ല, സാഹചര്യ തെളിവുകൾ പരമാവധി ശേഖരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് ശരീരത്തിൽ വിഷാംശം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തേണ്ടത് വലിയ ആവശ്യമായിരുന്നു. പക്ഷേ ഡിജിറ്റൽ തെളിവുകളും ഒക്കെയാണ് ഇതിൽ വളരെ വളരെ നിർണായകമായത്. ഈ കേസിൽ കോടതി എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്ക് ഇന്നത്തെ ദിവസം അറിയാം.